മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കോലഞ്ചേരിയിൽ LDF പൊതുയോഗത്തിൽ സംസാരിക്കുന്നു. തത്സമയ സംപ്രേക്ഷണം. വർഗീയ ശക്തികൾ രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും മതനിരപേക്ഷമായ നിലപാട് നമ്മുടെ സമൂഹം പൊതുവെ കാത്തുസൂക്ഷിച്ചു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ ജനങ്ങളും അത് ഭൂരിപക്ഷ വിഭാഗത്തിലും ന്യൂനപക്ഷ വിഭാഗത്തിലുമെല്ലാം ഉള്ളവർ മതനിരപേക്ഷതയുടെ ഭാഗത്താണ്, മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. ഇതിനെയാണ് മതനിരപേക്ഷത ഒഴിവാക്കി മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ രാജ്യമാകെ അവലംബിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളിലൂടെ സംഘപരിവാർ ശ്രമിച്ചു വന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് രാജ്യത്തിലെ ജനങ്ങൾക്ക് മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളിൽ മഹാഭൂരിഭാഗവും മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ജനാധിപത്യം പോൽക്കണമെന്നും ഇപ്പോൾ തുറന്നു വരുന്ന പാർലമെന്ററി ജനാധിപത്യം ശരിയായ രീതിയിൽ തുടരണമെന്നും നമ്മുടെ രാജ്യത്തെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നു. എന്നാൽ സംഘപരിവാർ ജനാധിപത്യത്തിനെതിരാണ്. രാജ്യം ഭരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന BJPക്ക് നേതൃത്വം നൽകുന്ന RSS ജനാധിപത്യം അംഗീകരിക്കുന്ന ഒരു സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തോട് അവർക്ക് പരമപുച്ഛമാണ്. പാർലമെന്ററി ജനാധിപത്യം അവർ അംഗീകരിക്കുന്നില്ല. അതാണ് ഈ കഴിഞ്ഞ ദിവസം കുറച്ചുനാൾ മുൻപ് സംഘപരിവാറിന്റെ ആശയങ്ങൾ രാജ്യത്താകെ വിളിച്ചു പറയുന്നതിന് നേതൃത്വം കൊടുക്കുന്ന സാക്ഷി മഹാരാജ് എന്ന പാർലമെന്റ് അംഗം പച്ചയായി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടുകയും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്താൽ, വീണ്ടും പ്രധാനമന്ത്രിയായി വരികയും ചെയ്താൽ ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാവില്ല, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് അദ്ദേഹം പച്ചയായി പറഞ്ഞു. ഞങ്ങളാരെങ്കിലും BJP എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആരെങ്കിലും രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണമല്ല ഇത്. എന്താണ് നിലപാടെന്ന് സംഘപരിവാറിന്റെ വക്താവായ സാക്ഷ്യപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ പാർലമെന്ററി ജനാധിപത്യം നമുക്ക് തുടരണമെങ്കിൽ, ജനാധിപത്യം കൊല്ലണമെങ്കിൽ അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ജനങ്ങളാകെ ചിന്തിക്കുകയാണ്. ഇതോടൊപ്പം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമാണ് ജനങ്ങളുടെ ഒരുമയും ഐക്യവും.
ഈ കഴിഞ്ഞ 5 വർഷക്കാലവും വർഗീയ താല്പര്യം വെച്ച് ജനങ്ങളുടെ ഐക്യത്തെയും ഒരുമയെയും തകർക്കുന്ന നടപടികളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗർവാപ്പസിയുടെ പേരിൽ ഒരു വിഭാഗം മതന്യൂനപക്ഷം കൃത്യമായി ചാലിയളവ് പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ ഉണ്ടാവില്ല, അതുവരെ ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ചത് ഞെട്ടലോടെയായിരുന്നു രാജ്യം കേട്ടത്. രാജ്യത്തുള്ള മതന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെയായിരുന്നു ആ ഘട്ടത്തിൽ ഗർവാപ്പസി എന്ന പേരിൽ വീട്ടിലേക്ക് മടങ്ങി വരിക എന്നതിൻ്റെ പേരിൽ നിർബന്ധ മതപരിവർത്തന വിധേയമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. മതനിരപേക്ഷത നിലനിർത്തേണ്ടത് രാജ്യത്തെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും സംഘപരിവാർ ജനാധിപത്യത്തിന് എതിരാണെന്നും അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേക്ഷണം. അവരെ കടന്നാക്രമിക്കുന്നു. ആക്രമണത്തിൽ എല്ലാവർക്കും പരിക്കേൽക്കുന്നു. ഇളയ സഹോദരൻ ജിനെ കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. മതനിരപേക്ഷത നിലനിർത്തേണ്ടത് രാജ്യത്തെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ സംഘപരിവാറും RSSും ജനാധിപത്യത്തിന് എതിരാണെന്നും അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോലഞ്ചേരിയിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേക്ഷണം. നിലനിൽപ്പ് തന്നെ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികളായവരെല്ലാം മതനിരപേക്ഷതയും ജനാധിപത്യവും പാർലമെന്ററി ജനാധിപത്യവും രാജ്യത്തിന്റെ ഒരുമയും ഐക്യവും ജനങ്ങളുടെ ഒരുമയും ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം സ്വാഭാവികമായും ഇന്ന് നിലനിൽക്കുന്ന ഭരണത്തിന് അന്ത്യം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇനി BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം തുറന്നുകൂടാ. അതിനെ താഴെ ഇറക്കണം. ഇതാണ് ജനാധിപത്യ മുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോലഞ്ചേരിയിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം തുടർന്നുകൂടാ എന്നും BJPയുടെ ഭരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കോലഞ്ചേരിയിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേക്ഷണം. ബദൽ നയത്തോടെയുള്ള സെക്കുലർ ഗവൺമെന്റ് അധികാരം ഇതാണ് ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നത്. അതിലൂടെ മാത്രമേ രാജ്യത്തിന് മാറ്റമുണ്ടാക്കാനാവൂ. ഇവിടെ കണ്ട ഓരോ കാര്യങ്ങളിലും കോൺഗ്രസ് ഏതെല്ലാം തത്ര നിലപാടുകൾ സ്വീകരിക്കുന്നത് നമുക്കറിയാം. ഒരു കാലത്ത് രാജ്യമാകെ കോൺഗ്രസിന്റെ കൈപ്പിടിയിലായിരുന്നല്ലോ. അവിടുന്ന് ശോഷിച്ചോടി എത്തിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ഉറപ്പായി കാണുന്ന ഒരു സ്ഥലവുമില്ല എന്ന വേവലാതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ദുർഗതിയിലേക്ക്
കോൺഗ്രസ് മാറിയിരിക്കുന്നു. എന്നാൽ കയ്യിരിപ്പൊന്നും മാറ്റാനും തയ്യാറല്ല. ജനവിരുദ്ധമായ സമീപനങ്ങളോ നടപടികളോ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അതിലേക്ക് സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ ഇന്നസെന്റ്. ഇന്നസെന്റിന്റെ ചിഹ്നം അരിവാചിത്തിക നക്ഷത്രം. ആ അരിവാചിത്തിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ഇന്നസെന്റിനെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ചാലക്കുടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കണ്ടത്.